ശ്രീ ആർ വി ബാബു, നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിക്കുന്ന അങ്ങ് കേട്ടിട്ടുണ്ടാകുമല്ലോ. കോൺഗ്രസിന്റെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? കാരണം 2018 ഒരു തനിയാവർത്തനം തന്നെയല്ലേ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്? ഗോകുൽ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. യുവരാജ് ഗോകുൽ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് യുവരാജ് ഗോകുൽ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ജി വി ഹരി പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം ഞങ്ങൾ ഈ മതത്തെ അല്ലെങ്കിൽ മതവിശ്വാസത്തെ വോട്ടാക്കി മാറ്റാനായിട്ട് ഒട്ടും താല്പര്യപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അതിനുവേണ്ടി ഞങ്ങൾ ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല, ഇങ്ങനെ പറയുണ്ടായി. അതായത് ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിന്റെയും ഇരു തോളിലും കയറ്റി വെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി ജി വി ഹരി പറയുകയാണ് ഞങ്ങൾ മതവിശ്വാസത്തെ വോട്ടാക്കി മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന്. ഇതിൽ പരം ഒരു തമാശ ഈ 2025 ആണ്ടിൽ ഉണ്ടാ ജി വി ഹരി? ഇതിൽ പരം ഒരു തമാശ? CAA പ്രക്ഷോഭം യഥാർത്ഥത്തിൽ കേരളത്തിൽ നടത്തിയത് ഇടതുപക്ഷവും കോൺഗ്രസുമാണ്. CAA പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ വിഷയം മറച്ചുവെച്ച് മുസ്ലിം വികാരം കുത്തികളക്കി മുസ്ലിങ്ങളെ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് പുറത്തു കടത്താനാണ്, പറഞ്ഞയക്കാനാണ്, അവരുടെ പൗരത്വം ഇവിടെ നിഷേധിക്കാനാണ് എന്ന കള്ളപ്രചരണം അഴിച്ചുവിട്ട് മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നില്ലേ ജി വി ഹരി? അതിൽ നിന്ന് നിങ്ങൾക്ക് കൈയൊഴിയാൻ പറ്റുമോ? എന്തായിരുന്നു CAA നിയമം എന്ന് അറിയാതെയല്ലല്ലോ നിങ്ങൾ ആ പ്രചരണം മുഴുവൻ നടത്തിയത്. മുസ്ലിങ്ങളുടെ പൗരത്വം ഇവിടെ നിഷേധിക്കും, അവരെ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ കടക്കും എന്നൊക്കെ ആയിരുന്നില്ല അന്ന് നിങ്ങൾ നടത്തിയ പ്രചരണം, നിങ്ങളുടെ നേതാക്കന്മാരുടെ പ്രസംഗം? അതെന്താ, ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വോട്ട് നേടലായിരുന്നില്ലേ? ഒട്ടനവധി ഉദാഹരണങ്ങൾ ആ കാര്യത്തിൽ എനിക്ക് പറയാനുണ്ട്. യഥാർത്ഥത്തിൽ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ ഗൗതം പറഞ്ഞപ്പോ പറയേണ്ടായി, അത് കരയ്ക്ക് നിന്ന് മീൻ പിടിക്കുന്ന, അല്ലെങ്കിൽ മീൻ പിടിക്കുന്നത് കണ്ട് കരയ്ക്ക് നിന്ന് കൈയടിക്കുന്ന ഒരു 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 മനോഭാവത്തിലാണ് കോൺഗ്രസ് ഇതപര്യന്തം ഹൈന്ദവ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ എടുത്ത നിലപാട്. ആ നിലപാടില് ഇപ്പോ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 19 സീറ്റും വിജയിക്കാൻ കഴിഞ്ഞത് എന്താ, വിശ്വാസികളായ ഹിന്ദുക്കൾ മുഴുവൻ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടല്ലേ എന്നൊരു തോന്നൽ പൊതുവെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയല്ല, വിശ്വാസികളായ ഹിന്ദുക്കൾ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് അന്ന് വോട്ട് ചെയ്തത്. കോൺഗ്രസിന് അന്ന് കിട്ടിയ വോട്ട് മൈനോറിറ്റി കൺസോൾട്ടേഷന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വോട്ടാണ്. ആ വോട്ട് കൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത്. അല്ലാതെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അന്ന് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തന്നെയാണ് പിന്തുണച്ചത്. അതുകൊണ്ട് കോൺഗ്രസ് ധരിക്കുന്ന പോലെ വിശ്വാസികളുടെ വോട്ട് ഞങ്ങൾക്ക് ആണ് ലഭിച്ചത് എന്നുള്ള തരത്തിലുള്ള പ്രചരണമൊക്കെ തെറ്റായ പ്രചരണമാണ്, അവാസ്തവമാണ്. ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്, ജി വി ഹരിയുള്ള അടക്കമുള്ള ആളുകൾ, ഇനി സതീഷ് വസന്ത് നല്ല അയ്യപ്പ വിശ്വാസിയാണ് എങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പറയുന്നത് 22-ാം തീയതി പന്തളത്ത് ഒരു അയ്യപ്പ വിശ്വാസി സംഗമം നടക്കുന്നുണ്ട് ശബരിമല സംരക്ഷണത്തിന് വേണ്ടി. നിങ്ങൾ അതിൽ വരിക, പങ്കെടുക്കുക. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ശബരിമല സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അവിടെ ഒരു രാഷ്ട്രീയത്തിന്റെയും വിവേചനമില്ല. രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല പരിപാടി നടത്തുന്നത്. കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പരിപാടിയാണ്. ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്, എല്ലാ ഹൈന്ദവ സംഘടനകളെയും ക്ഷണിക്കുന്നു, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും വിശ്വാസികളെ അടക്കം ക്ഷണിക്കുക. അപ്പൊ ജി വി ഹരി നല്ല വിശ്വാസിയാണെങ്കിൽ ജി വി ഹരിക്ക് സ്വാഗതം. സതീഷ് വസന്ത് നല്ല വിശ്വാസിയാണെങ്കിൽ, കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിനും സ്വാഗതം. അതുകൊണ്ട് ഞങ്ങൾ ഈ സംഗമം എല്ലാവരുടെയും സംഗമമാക്കി നടത്താനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഗൗതം. അതാണ് ഈ വിഷയത്തിൽ അവസാനമായി പറയാനുള്ളത്.